മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സമഗ്ര സുരക്ഷാ പരിശോധന ഉടൻ ആരംഭിക്കും. വിദഗ്ധ സമിതി മുല്ലപ്പെരിയാർ അണക്കെട്ടും അനുബന്ധ ഘടകങ്ങളും ജലസംഭരണിയും 1 മാസത്തിനുള്ളിൽ പരിശോധിക്കും. 4 മാസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് നൽകും. 2021 ഡാം സുരക്ഷാ നിയമപ്രകാരമുള്ള പരിശോധനയ്ക്കാണ് സ്വതന്ത്ര വിദഗ്ധ സമിതി രൂപീകരിച്ചത്. കേരളത്തിന്റെ വളരെക്കാലമായ ആവശ്യമാണിത്. മുൻ ചീഫ് എഞ്ചിനീയറും കേന്ദ്ര ജലകമ്മീഷൻ അംഗവുമായ ടി കെ ശിവരാജനാണ് സമിതിയിലെ കേരള പ്രതിനിധി. സമിതിയുടെ റിപ്പോർട്ട് ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റിക്കും കേന്ദ്ര, കേരള, തമിഴ്നാട് സർക്കാരുകൾക്കും കൈമാറുമെന്ന് സംസ്ഥാന സർക്കാരിന്റെ അന്തർ സംസ്ഥാന ജലവിനിയോഗ ഉപദേശകനും KSEB മുൻ ചീഫ് എഞ്ചിനീയറുമായ ജെയിംസ് വിൽസൺ പറഞ്ഞു. 2011 ശേഷം മേൽനോട്ട സമിതിയുടെ കാഴ്ച പരിശോധനയെ മുല്ലപ്പെരിയാറിൽ നടന്നിട്ടുള്ളൂ. ഇതിനിടെ അണക്കെട്ടുണ്ടായ ബലക്ഷയത്തെക്കുറിച്ച് ആർക്കും ഒരു അറിവുമില്ല. മുല്ലപ്പെരിയാർ പോലുള്ള പ്രധാന അണക്കെട്ടുകൾ 10 കൊല്ലത്തിലൊരിക്കൽ പരിശോധിക്കണമെന്നാണ് കേന്ദ്ര ജലകമ്മീഷന്റെ നിർദ്ദേശം. ഈ ആവശ്യം ഉന്നയിച്ച് കോതമംഗലം സ്വദേശി ഡോക്ടർ ജോ ജോസഫ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് സമഗ്ര പരിശോധനയ്ക്ക് വഴി തുറന്നത്. അണക്കെട്ട് പരിശോധനയ്ക്ക് 2021 സുരക്ഷാ നിയമം 5 വർഷം അനുവദിക്കുന്നുണ്ട്. അതിൽ പിടിച്ച് പരിശോധന ഇപ്പോൾ ആവശ്യമില്ലെന്നായിരുന്നു തമിഴ്നാടിന്റെ വാദം. ഇടുക്കി വിഷൻ, കുമളി.